വെൽക്കം ടു കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. എസ് ബ്ലോക്ക് എലമെന്റ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. തേർഡ് ചാപ്റ്ററിലെ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന ചാപ്റ്ററിലെ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെയുള്ള എലമെന്റ്സ്. പീരിയോഡിക് ടേബിളില് റൈറ്റ് സൈഡിലായിട്ടായിരിക്കും വരിക. ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെയുള്ള എലമെന്റ്സിനെയാണ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവരെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്? ഈ എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺസ്, വാലൻസ് ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുന്നത് പി ഓർബിറ്റലിലായിരിക്കും. അതുകൊണ്ടാണ് അവയെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരിക? ns2 np1 to 6. അതായത് പി ഓർബിറ്റലില് 1 മുതൽ 6 വരെ എന്ത് ചെയ്യാം? ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യാം. ഇങ്ങനെയാണ് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 ഗ്രൂപ്പ് മാത്രമാണ്. പി ബ്ലോക്ക് എലമെന്റ്സിൽ 13 മുതൽ 18 വരെ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിലും ഗ്രൂപ്പ് 13ഉം ഗ്രൂപ്പ് 14ഉം മാത്രമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ആദ്യം തന്നെ ഗ്രൂപ്പ് 13 എലമെന്റ്സ് പറയാം. ഗ്രൂപ്പ് 13 എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന എലമെന്റ്സ് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, ഇത്രയും എലമെന്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് എലമെന്റ് ബോറോൺ ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് 13 എലമെന്റ്സ് ഈസ് ഓൾസോ നോൺ ആസ് ബോറോൺ ഫാമിലി. ഗ്രൂപ്പ് 13 എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരിക? ns2 np1 പി സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ വരുന്നത് ഗ്രൂപ്പ് 14 എലമെന്റ്സ്. ഗ്രൂപ്പ് 14 എലമെന്റ്സിൽ വരുന്നത് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്, ഇത്രയും എലമെന്റ്സ് ആണ്. ഇതിൽ കാർബൺ ആണ് ഫസ്റ്റ് മെമ്പർ. അതുകൊണ്ട് ഗ്രൂപ്പ് 14 എലമെന്റ്സ് കാർബൺ ഫാമിലി എന്ന് അറിയപ്പെടുന്നു. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും? ns2 np2 ആയിരിക്കും വരിക. ns2 np2. ഓക്കെ, നമ്മൾ ഗ്രൂപ്പ് 13 എടുക്കുകയാണെങ്കിൽ, ബോറോൺ ഫാമിലി എടുക്കുകയാണെങ്കിൽ ബോറോണിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കോമ്പൗണ്ട്സുകൾ ഏതൊക്കെയാ നോക്കാം. ഫസ്റ്റ് വൺ ബൊറാക്സ്. ബൊറാക്സ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, അതിന്റെ ഫോർമുല Na2B4O7 10H2O ആണ് ബൊറാക്സ് എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോറോണിന്റെ കോമ്പൗണ്ട് ആണ് ഓർത്തോബോറിക് ആസിഡ് H3BO3. ഓർത്തോബോറിക് ആസിഡ് H3BO3. Another important compound is diborane B2H6 diborane. Okay, നമ്മൾ ഈ ക്ലാസ്സിൽ ഡൈബൊറൈന്റെ പ്രിപ്പറേഷൻ, അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുന്നത്. അപ്പൊ ഡൈബൊറൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല വരുന്നത് B2H6. എങ്ങനെയാണ് ഡൈബൊറൈൻ പ്രിപ്പയർ ചെയ്യുക നോക്കാം. Diborane is prepared by the reaction of boron trifluoride BF3. BF3 എന്ന് പറഞ്ഞാൽ boron trifluoride reacts with LiAlH4 lithium aluminum hydride. ഇതിനെ പറയുന്നതാണ് lithium aluminum hydride. അപ്പോൾ boron trifluorideും lithium aluminum hydrideും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? B2H6 ഡൈബൊറൈൻ ഫോം ചെയ്യും. ഓക്കെ, പിന്നെ അനദർ മെത്തേഡ്, ഡൈബൊറൈൻ പ്രിപ്പയർ ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് ആണ് ബൈ ദ റിയാക്ഷൻ ഓഫ് സോഡിയം ബോറോഹൈഡ്രേറ്റ് NaBH4. സോഡിയം ബോറോഹൈഡ്രേറ്റ് വിത്ത് അയോഡിൻ I2. അയോഡിനായിട്ട് സോഡിയം ബോറോഹൈഡ്രേറ്റ് റിയാക്ട് ചെയ്താലും B2H6 പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് ഡൈബൊറൈൻ പ്രിപ്പയർ ചെയ്യാനുള്ളത്. ബോറോൺ ട്രൈഫ്ലൂറൈഡും സോഡിയം ഹൈഡ്രൈഡ് NaH BF3 എന്ന് പറഞ്ഞാൽ ബോറോൺ ട്രൈഫ്ലൂറൈഡ്, NaH സോഡിയം ഹൈഡ്രൈഡ്, ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഡൈബൊറൈനെ ഫോം ചെയ്യും. അപ്പോൾ 3 മെത്തേഡാണ് ഡൈബൊറൈന്റെ പ്രിപ്പറേഷൻ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡൈബൊറൈന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. ഡൈബൊറൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളർലെസ് ഹൈലി ടോക്സിക് ഗ്യാസ്. കളർലെസ് ആണ്, പക്ഷെ എന്താണ്? ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. ഇത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഫയർ ക്യാച്ച് ചെയ്യും. എയറിൽ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ
പെട്ടെന്ന് തന്നെ ഓക്സിജൻ ആയിട്ട് റിയാക്ഷൻ നടന്നിട്ട് ലാർജ് എമൗണ്ട് ഹീറ്റ് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ഡൈബൊറൈൻസ് എന്താണ്, ഫ്ലെയിമബിൾ ആണ്. അത് നമ്മൾ എയറിൽ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫയർ ക്യാച്ച് ചെയ്യും. എന്താണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാല് ഡൈബൊറൈന് എയറിലുള്ള ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യാണ്. ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് B2O3 എന്ന് പറയുന്ന ഓക്സൈഡ് ആയിട്ട് മാറാണ്. ആ ഒരു സമയത്ത് ലാർജ് എമൗണ്ട് ഹീറ്റ് എന്ത് ചെയ്യും, പുറത്തേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് പറയുന്നത് ഡൈബൊറൈൻ എന്താണ്, ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. ഇതിന്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആയിട്ടുള്ള റിയാക്ഷൻ. ഡൈബൊറൈന് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യും, പെട്ടെന്ന് തന്നെ വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യും. വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട് BOH ട്രൈസ്, അതായത് H3BO3 എന്നാണ്. H3BO3 ഓർത്തോബോറിക് ആസിഡ്. നമ്മൾ നേരത്തെ സ്ട്രക്ചർ പറഞ്ഞു H3BO3 ഓർത്തോബോറിക് ആസിഡ്. അപ്പോൾ ഓർത്തോബോറിക് ആസിഡ് എന്ന കോമ്പൗണ്ട് ഉണ്ടാവും എപ്പോഴും ഡൈബൊറൈന് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാല് അമോണിയ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഡൈബൊറൈന്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാല് അമോണിയ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഡൈബൊറൈൻ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യും. ഡൈബൊറൈൻ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് ആയിട്ട് മാറും. ഇതുപോലെയുള്ള ഒരു കോംപ്ലക്സ് ഉണ്ടാവും. ആ കോംപ്ലക്സിനെ ഹീറ്റ് ചെയ്യാം. അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ B3N3H6 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. കോമ്പൗണ്ട് പറയുന്നതാണ് ബൊറാസീൻ. ബൊറാസീൻ എന്നാണ് അതിന് പറയുന്നത് B3N3H6. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇനോർഗാനിക് ബെൻസീൻ. ഈ ബൊറാസീന് ഇനോർഗാനിക് ബെൻസീൻ എന്ന് പറയും. കാരണം ബെൻസീന്റെ സ്ട്രക്ചറോട് സിമിലർ ആണ് ഈ ബൊറാസീന്റെ സ്ട്രക്ചർ. ഇതുപോലെ ഇപ്പൊ ബെൻസീന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരക്കുമ്പോൾ ഇവിടെ അൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോണ്ട് വരും അല്ലെ. പക്ഷെ ഇതുപോലെ B3 3 ബോറോണ്, അതുപോലെ N3 3 നൈട്രജന്, പിന്നെ 6 ഹൈഡ്രജന്. അപ്പൊ ബൊറാസീന്റെ സ്ട്രക്ചർ ബെൻസീനോട് സിമിലർ ആയതുകൊണ്ട് തന്നെ ബൊറാസീൻ ഈസ് ഓൾസോ നോൺ ആസ് ഇനോർഗാനിക് ബെൻസീൻ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ബൊറാസീന്റെ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്. ഇനി ഡൈബൊറൈന്റെ സ്ട്രക്ചർ നോക്കാം. ഡൈബൊറൈന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. അതായത് B2H6 ആണ്. 2 ബോറോണും 6 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ അതിന്റെ സ്ട്രക്ചറിൽ വരുന്നത് ഓരോ ബോറോണിലും 2 ഹൈഡ്രജൻ ആറ്റം ടെർമിനൽ ആയിട്ട് വരുന്നുണ്ട്. ഈ ബോറോണിലും 2 ഹൈഡ്രജൻ ആറ്റം ടെർമിനൽ. അപ്പൊ അവിടെ 4BH എന്ന് പറയുന്ന ടെർമിനൽ ഹൈഡ്രജൻസ് ഉണ്ട്. അതായത് 4 ഹൈഡ്രജൻ ടെർമിനലാണ്. അതായത് 4BH ബോണ്ട്, BH BH, ഇവിടെ ഒരു BH BH, അങ്ങനെ 4BH ബോണ്ട് ഉണ്ട്. പിന്നെ 2 ഹൈഡ്രജൻ ആറ്റം ബ്രിഡ്ജിങ് ഹൈഡ്രജൻ ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് 2 ബോറോണിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ബാക്കി 2 ഹൈഡ്രജൻ ആറ്റം ഓക്യുപ്പൈ ചെയ്യുന്നത്. അതിനെ ബ്രിഡ്ജിങ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയും. അപ്പൊ ഡൈബൊറൈന്റെ സ്ട്രക്ചറില് 4 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 2 ബ്രിഡ്ജിങ് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ ഈ 4 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റം 4 BH ബോണ്ട് ഫോം ചെയ്യുന്നു. 2 ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റം കൂടിയിട്ട് 2 BHB ബോണ്ട് ഫോം ചെയ്യുന്നു. BHB അതുപോലെ BHB അങ്ങനെയുള്ള 2 ബോണ്ട് ഫോം ചെയ്യുന്നു. അതില് ഈ ഓരോ BH ബോണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ആണ്. 2 സെന്റർ 2 ഇലക്ട്രോൺ, അതായത് BH എന്ന് പറയുമ്പോൾ 2 സെന്റർ 2 ന്യൂക്ലിയസും അതുപോലെ ഇവിടെ 2 ഇലക്ട്രോൺസ് ആണ്. ഈ ബോറോണിന് ഒരു ഇലക്ട്രോൺ ഉണ്ടാവും, അതുപോലെ ഈ ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ. അപ്പൊ ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ ആണ്. അപ്പൊ അവിടെ 2 സെന്റർ 2 ന്യൂക്ലിയസും 2 ഇലക്ട്രോൺ, 2 സെന്റർ 2 ഇലക്ട്രോൺ. അപ്പൊ 4 ടെർമിനൽ BHും എന്താണ് 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. എന്നാൽ BHB ബോണ്ട് നോക്കാം. BHB ബോണ്ട് എന്ന് പറയുമ്പോൾ അവിടെ 3 സെന്റർ ആണ്. അതായത് ഇവിടെ ന്യൂക്ലിയസ്, ഇവിടെ ന്യൂക്ലിയസ്, ഇവിടെ ന്യൂക്ലിയസ് വരുന്നുണ്ട്. പക്ഷേ അവിടെ ഇലക്ട്രോൺ 2 ഉള്ളൂ. അതായത് ഈ ഒരു ബോറോണിലും ഈ ഒരു ഹൈഡ്രജനിലും ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺ ഇല്ല. ഈ BH എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോണും ഈ ഹൈഡ്രജൻ ഇലക്ട്രോണും, ഇവിടെ ഇലക്ട്രോൺ ഇല്ല. അതായത് നമുക്ക് അറിയാലോ ബോറോൺ എന്ന് പറഞ്ഞാല് അവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2NP1 ആണ് വരിക. NS2NP1, അതായത് ബോറോണിന് 3 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. ഈ ബോറോണിന് 3 ഇലക്ട്രോൺസ്. ഇവിടുത്തെ 3 ഇലക്ട്രോൺസ് ആണ് ഈ ഹൈഡ്രജനും അതുപോലെ ഈ ഹൈഡ്രജനായിട്ട് ബോണ്ട് ഉണ്ടാക്കി. ഇവിടെ ഈ ബോണ്ട് ഇലക്ട്രോൺ ഇല്ല. ഇവിടെ ആണെങ്കിലോ ഈ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഈ ഹൈഡ്രജനായിട്ട് ഇലക്ട്രോൺ ഇല്ല. അപ്പൊ അതുകൊണ്ട് 3 സെന്റർ ഉണ്ട്, പക്ഷെ 2 ഇലക്ട്രോണേ ഉള്ളൂ. ഇവിടെയാണെങ്കിലും 3 സെന്റർ ഉണ്ട്, പക്ഷെ ഓൺലി 2 ഇലക്ട്രോൺ. അപ്പൊ അതുകൊണ്ട് BHB ബോണ്ട് എന്ന് പറഞ്ഞാൽ 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടും
അതുപോലെ BH ബോണ്ട് എന്ന് പറഞ്ഞാൽ 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടും ആയിരിക്കും. ഇതിന്റെ സ്ട്രക്ചർ ഒന്നുകൂടി വരക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് വരിക. ബോറോണിന്റെ 3 ഓർബിറ്റൽസ് ആണ്. ഈ ബോറോണിന്റെ 3 ഓർബിറ്റൽസ് ആണ്. അത് ഓരോ ഹൈഡ്രജനായിട്ടും ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ രീതിയിലും ഡൈബോറൈന്റെ സ്ട്രക്ചറിനെ വരക്കാം. ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്നതാണ് ബനാന ബോണ്ട് സ്ട്രക്ചർ. ബനാന ബോണ്ട് സ്ട്രക്ചർ. അതാണ് ഡൈബോറൈന്റെ സ്ട്രക്ചറിൽ പറയുന്നത്. ഓക്കെ, ഈ ഡൈബോറൈനെ എന്ത് ചെയ്യാറുണ്ട്? സോഡിയമായിട്ട് അതുപോലെ ചില കോമ്പൗണ്ട് എലമെന്റ്സ് ആയിട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ട് ബോറോ ഹൈഡ്രൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കാറുണ്ട്. ബോറോ ഹൈഡ്രൈഡ്, അതായത് ടെട്രാ ഹൈഡ്രൈഡോ ബൊറൈറ്റ്സ് എന്ന് പറയും. ടെട്രാ ഹൈഡ്രൈഡോ ബൊറൈറ്റ്സ്. സോഡിയം ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ സോഡിയം ബോറോ ഹൈഡ്രൈഡ്, സോഡിയം ബോറോ ഹൈഡ്രൈഡ്. അപ്പൊ അങ്ങനെയുള്ള ബോറോ ഹൈഡ്രൈഡ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഈ ഡൈബോറൈനെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നമ്മളിവിടെ ഡൈബോറൈന്റെ പ്രിപ്പറേഷനും അതിന്റെ പ്രോപ്പർട്ടീസും പിന്നെ സ്ട്രക്ചറും ആണ് പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാല് അലോട്രോപ്സ് ഓഫ് കാർബൺ ആണ്. കാർബണിന്റെ അലോട്രോപ്സ്. ഗ്രൂപ്പ് 14 എലമെന്റ്സിലെ ഫസ്റ്റ് എലമെന്റ് ആണ് കാർബൺ. അതുകൊണ്ട് കാർബൺ ഫാമിലി എന്നാണ് ഗ്രൂപ്പ് 14 എലമെന്റ്സ് അറിയപ്പെടുന്നത്. അപ്പൊ അതില് കാർബണിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ് അലോട്രോപ്പ് ഫോം ചെയ്യുക. അലോട്രോപ്സ് കാണിക്കുന്നുണ്ട്. അലോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർബണിന്റെ ഡിഫറെന്റ് ഫോമുകൾ, അതായത് അതിലെ എലമെന്റ്സ് കാർബൺ തന്നെയായിരിക്കും, പക്ഷെ അത് ഡിഫറെന്റ് രൂപത്തിൽ എന്തെങ്കിലും ഡിഫറെന്റ് ഫോമിൽ കാണാം. അതിനെയാണ് അലോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബണിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അലോട്രോപ്സ് എന്ന് പറഞ്ഞാല് ഒന്ന് ഡയമണ്ട്, മറ്റൊന്ന് ഗ്രാഫൈറ്റ്, പിന്നെ ഫുള്ളറീൻസ്, പിന്നെ അതുപോലെ തന്നെ കാർബൺ ബ്ലാക്ക്, കോക്ക്, ചാർക്കോൾ, അങ്ങനെയുള്ള ഡിഫറെന്റ് അലോട്രോപ്സുകൾ കാർബൺ കാണിക്കുന്നുണ്ട്. അതിൽ ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, എലമെന്റ്, ഒരു എർത്തിലെ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഈ ഡയമണ്ട് എന്ന് പറയുന്നത്. ഡയമണ്ടില് അതില് കാർബൺ, ഓരോ കാർബണും sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് ആയിരിക്കും. ഓരോ കാർബണും sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ്. അങ്ങനെ ഓരോ കാർബണും sp3 ആയതുകൊണ്ട് തന്നെ അത് 4 കാർബൺ ആയിട്ട് ടെട്രാഹൈഡ്രൽ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഈച്ച് കാർബൺ ഈസ് tetrahedrally bonded to 4 other carbon atom. ഇതിലെ ഓരോ കാർബണും മറ്റ് 4 കാർബൺ ആറ്റം ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇങ്ങനെ 1 2 3 4 4 കാർബൺ ആറ്റം ആയിട്ട് ഓരോ കാർബണും ടെട്രാഹൈഡ്രൽ അറേഞ്ച്മെന്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഫോം ആണ് ഈ ഡയമണ്ടിന് ഉണ്ടാകുന്നത്. ഇതില് ഡയമണ്ട് എന്ന് പറഞ്ഞു ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഇതില് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. ഓരോ കാർബൺ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. ഇതുകൊണ്ട് തന്നെ ഇത് എബ്രസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എബ്രസീവ് എന്ന് പറഞ്ഞാല് ഹാർഡ് ടൂൾസ് ഒക്കെ ഷാർപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡയമണ്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഡൈ മാനുഫാക്ചറിങ്ങിൽ ഉപയോഗിക്കും. പിന്നെ അതുപോലെ നമ്മൾ ഇലക്ട്രിക് ബൾബിൽ ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ ഫിലമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഡയമണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡയമണ്ട് എന്ന് പറഞ്ഞാല് കാർബണിന്റെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു അലോട്രോപ്പ് ആണ്. സെക്കൻഡ് അലോട്രോപ്പ് ആണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ലെയേർഡ് സ്ട്രക്ചർ ആണ്. ഗ്രാഫൈറ്റിന് ലെയേർഡ് സ്ട്രക്ചർ ആണ്. അപ്പോൾ ഒരു ലെയർ, അതിന്റെ താഴെ ലെയർ, പിന്നെ ഒരു ലെയർ, അങ്ങനെ ലെയേർഡ് ഫോമിലാണ് ഗ്രാഫൈറ്റ് കാണുന്നത്. ഗ്രാഫൈറ്റിലെ ഓരോ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓരോ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. എന്നിട്ട് ഇതിലെ ഓരോ കാർബണും 3 അതർ കാർബണായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. 3 അതർ കാർബണായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഡയമണ്ടിന്റെ കേസിൽ ഓരോ കാർബണും 4 അതർ കാർബണായിട്ടാണ് ബോണ്ട് ഉണ്ടാക്കിയുള്ളത്. എന്നാൽ ഗ്രാഫൈറ്റിലെ ഓരോ കാർബണും 3 കാർബണായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഡിഫറെന്റ് ലെയറുകളായിട്ടാണ് കാണുന്നത് പറഞ്ഞു. ഇതിൽ ഓരോ ലെയറിലും എന്തുണ്ടായിരിക്കും? ഇതുപോലെ ഒരുപാട് ഹെക്സഗണൽ റിങ്ങുകൾ ഉണ്ടാവും. കണ്ടില്ലേ? ഹെക്സഗണൽ റിങ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഹെക്സഗണൽ റിങ്ങുകൾ ഓരോ ലെയറിലും ഉണ്ടായിരിക്കും. ഇതിന് താഴെ വീണ്ടും ലെയർ ഉണ്ടാവും. ഓരോ ലെയറും വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് വഴിയാണ് ബോണ്ട് ചെയ്തിട്ടുണ്ടാവുക. ഓരോ ലെയറിനെ പരസ്പരം വാണ്ടർവാൾസ് ഫോഴ്സ് ആണ് അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വീക്ക് ബോണ്ടാണ് ഇവിടെ ഉണ്ടാകുന്നത്. വീക്ക് ബോണ്ടാണ്. പിന്നെ പറഞ്ഞു ഓരോ കാർബണും 3 കാർബൺ ആയിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. നമുക്കറിയാം കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺ 4 ആണ്. 4 വാലൻസ് ഇലക്ട്രോണില് 3 ഇലക്ട്രോൺസ് ആണ് 3 കാർബൺ ആയിട്ട് ബോണ്ട് ഉണ്ടാക്കുക. ബാക്കി ഒരു ഇലക്ട്രോൺ അതിലുണ്ടായിരിക്കും അല്ലെ? ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? പൈ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ 4 ഇലക്ട്രോൺസില് 3 ഇലക്ട്രോണ് 3 കാർബൺ ആയിട്ട് ബോണ്ട് ഉണ്ടാക്കിയാല് 4ാമത്തെ ഇലക്ട്രോൺ അവിടെ പൈ ബോണ്ട് ഫോം ചെയ്യണം. ആ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാല്
ആ സ്ട്രക്ചറിനുള്ളിൽ, ആ ലെയറിന്റെ ഉള്ളിൽ അത് ഡീലോക്കലൈസ് ചെയ്ത് കാണാണ്. ഡീലോക്കലൈസ് ചെയ്തിട്ട്, അതായത് എവിടെയും ഫിക്സ്ഡ് ഇല്ല, അതിങ്ങനെ മൂവ് ചെയ്തിട്ട് കാണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉള്ളത് കൊണ്ട് ഗ്രാഫൈറ്റിന് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി കൂടി ഗ്രാഫൈറ്റിനുണ്ട്. പിന്നെ ഗ്രാഫൈറ്റിലുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ വീക്ക് ബോണ്ടാണ്. വീക്ക് ബോണ്ട് ആയതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ ഇങ്ങനെ ലെയറുകളായിട്ട് എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഗ്രാഫൈറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് യൂസ് എന്ന് പറഞ്ഞാല് ഇതൊരു ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ചില മെഷീൻസില് ഓയില് ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനില് ഗ്രാഫൈറ്റ് എന്ത് ചെയ്യുന്നു, ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അത് കാരണം ഇത് വളരെ സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ സ്ലിപ്പറി ആണ്. സോഫ്റ്റും സ്ലിപ്പറി ആയതുകൊണ്ട് ഗ്രാഫൈറ്റ് ലൂബ്രിക്കന്റ് ആയിട്ട് ചില മെഷീൻസിന് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് കാർബണിന്റെ രണ്ടാമത്തെ ഫോം ഗ്രാഫൈറ്റ്. ദെൻ കാർബണിന്റെ മൂന്നാമത്തെ ഫോമാണ് ഫുള്ളറീൻസ്. വളരെ പ്യൂറസ്റ്റ് ആയിട്ടുള്ള കാർബണിന്റെ അലോട്രോപ്പാണ് ഫുള്ളറീൻസ്. ഫുള്ളറീൻസ് എന്ന് പറയുമ്പോൾ അത് ഫോം ചെയ്യുന്നത് ഗ്രാഫൈറ്റിനെ ഒരു ഇലക്ട്രിക് ആർക്കിൽ വെച്ചിട്ട് ഇനേർട്ട് ഗ്യാസസിന്റെ പ്രസൻസിൽ, ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുമ്പോൾ നോബിൾ ഗ്യാസസ്, ഹീലിയം, ആർഗൺ, അങ്ങനെയുള്ള ഇനേർട്ട് ഗ്യാസിന്റെ പ്രസൻസിൽ ഒരു ഇലക്ട്രിക് ആർക്കിൽ വെച്ചിട്ട് ഗ്രാഫൈറ്റിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫുള്ളറീൻസ് ഫോം ചെയ്യും. അപ്പൊ ഗ്രാഫൈറ്റിൽ നിന്നാണ് ഫുള്ളറീൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. എങ്ങനെയാണ്, ഒരു ഇലക്ട്രിക് ആർക്കിൽ വെച്ചിട്ട് ഇനേർട്ട് ഗ്യാസിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്യുക. വളരെ പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഫോം ആണ് കാർബണിന്റെ, പ്യൂറസ്റ്റ് ആയിട്ടുള്ള അലോട്രോപ്പ് ആണ് ഫുള്ളറീൻസ്. ഈ ഫുള്ളറീൻസ് എന്ന് പറയുമ്പോൾ അതിലെ കാർബൺ 60 അല്ലെങ്കിൽ കാർബൺ 70 അത്രയും മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിലെ കാർബൺ 60 എന്ന് പറയുന്ന ഒരു ഫുള്ളറീൻസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബക്ക് മിൻസ്റ്റർ ഫുള്ളറീൻ. ബക്ക് മിൻസ്റ്റർ ഫുള്ളറീൻ എന്ന് പറഞ്ഞാൽ 60 കാർബൺ ആറ്റംസ് ഉള്ള ഒരു ഫുള്ളറീൻസ് ആണ്. അതായത് ഒരു സോക്സർ ബോളിന്റെ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവാം. ഒരു സോക്സർ ബോളിന്റെ ഷേപ്പ്, സ്ഫെറിക്കൽ ഷേപ്പുള്ള സോക്സർ ബോണ്ടിന്റെ ഷേപ്പുള്ള ഒരു ഫുള്ളറീൻ ആണ് ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ. അവിടെ 60 കാർബൺ ആറ്റംസ്, ഈ 60 എന്നുള്ള ഒരു ഫോർമുലയായിരിക്കും ഉണ്ടാവാം. അതിൽ തന്നെ 26 മെമ്പേർഡ് റിംഗ് ഉണ്ടായിരിക്കും, അതുപോലെ 12 5 മെമ്പേർഡ് റിംഗ് ഉണ്ടായിരിക്കും. ആ ഒരു സ്ഫെറിക്കൽ ഷേപ്പുള്ള ഫുള്ളറീൻസിൽ 6 മെമ്പേർഡ് റിംഗ് ഉണ്ടായിരിക്കും, 5 മെമ്പേർഡ് റിംഗ് ഉണ്ടാവും. അത് പരസ്പരം അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ഫോം ചെയ്യുന്നത്. 26 മെമ്പേർഡ് റിംഗും അതുപോലെ 12 5 മെമ്പേർഡ് റിംഗ് ആണ്. ഓരോ 6 മെമ്പേർഡ് റിംഗും പിന്നെ മറ്റൊരു 6 മെമ്പേർഡ് റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ 5 മെമ്പേർഡ് റിംഗ് ആയിട്ടോ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഓരോ 5 മെമ്പേർഡ് റിംഗും 6 മെമ്പേർഡ് റിംഗ് ആയിട്ട് മാത്രമാവും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അതായത് 6 മെമ്പേർഡ് റിംഗ് 6 മെമ്പേർഡ് റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ 5 മെമ്പേർഡ് റിംഗ് ആയിട്ടോ ജോയിൻ ചെയ്തിട്ട് കാണും. എന്നാൽ 5 മെമ്പേർഡ് റിംഗ് ആണെങ്കിലോ ഓൺലി 6 മെമ്പേർഡ് റിംഗിനോട് മാത്രമേ ജോയിൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഫെറിക്കൽ ഷേപ്പുള്ള ഒരു ഫുള്ളറീൻസിനെ വിളിക്കുന്നതാണ് ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ. ബക്കി ബോൾസ് എന്ന് അതിന് ഷോർട്ട് ആയിട്ട് പറയും. ഇതിൽ ഓരോ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് ആയിരിക്കും. sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെയും ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിരിക്കും. ആ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ ഫുള്ളറീൻസിന് ഒരു ആരോമാറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ആ ഒരു ഫ്രീ ഇലക്ട്രോൺ ആണ് ഫുള്ളറീൻസിന് ആരോമാറ്റിക് പ്രോപ്പർട്ടി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കാർബണിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അലോട്രോപ്സ് ആണ് പറഞ്ഞത്. പിന്നെ ബാക്കി വേറെ അലോട്രോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ കോക്ക്, പിന്നെ ചാർക്കോള്, കാർബൺ ബ്ലാക്ക്. ഇപ്പൊ കാർബൺ ബ്ലാക്ക് ഒക്കെ കിട്ടുന്നത് ഹൈഡ്രോ കാർബണിനെ ഹീറ്റ് ചെയ്യുക. ഹൈഡ്രോ കാർബൺ ഹീറ്റ് ചെയ്യുമ്പോൾ കാർബൺ ബ്ലാക്ക് കിട്ടും. അതുപോലെ തന്നെ വുഡൊക്കെ ബേൺ ചെയ്യുകയാണെങ്കിലാണ് ചാർക്കോൾ കിട്ടുക, അതുപോലെ കോക്കൊക്കെ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് കാർബണിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, കാർബണിന്റെ ഒരു ഓക്സൈഡ്. കാർബൺ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന കാർബണിന്റെ ഒരു ഓക്സൈഡ് ആണ് കാർബൺ മോണോക്സൈഡ്. CO എന്നാണ് അതിന്റെ ഫോർമുല വരുന്നത്, കാർബൺ മോണോക്സൈഡ്. എങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. സ്മോൾ സ്കെയിലിൽ കാർബൺ മോണോക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത് കാർബണും ഓക്സിജനും കൂടിയിട്ട് എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്താൽ കാർബൺ മോണോക്സൈഡ് കിട്ടും. അതുപോലെ തന്നെ ഫോമിക് ആസിഡ് HCOH, ഫോമിക് ആസിഡിനെ ഡീഹൈഡ്രേഷൻ നടത്താം. ഡീഹൈഡ്രേഷൻ ആയാലും വാട്ടർ റിമൂവ് ചെയ്യുക. ഫോമിക് ആസിഡിൽ നിന്നും വാട്ടർ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീഹൈഡ്രേഷൻ. അപ്പൊ ഫോമിക് ആസിഡിനെ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ ഡീഹൈഡ്രേഷൻ നടത്തി കഴിഞ്ഞാലും കാർബൺ മോണോക്സൈഡ് സ്മോൾ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ലാർജ് സ്കെയിലിൽ കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആണ് ഹോട്ട് കോക്കിലൂടെ സ്റ്റീം പാസ് ചെയ്യാം. ഹോട്ട് കോക്ക്, അതായത് കാർബൺ ഹോട്ട് കോക്കിലൂടെ സ്റ്റീം എന്ന് പറയുമ്പോൾ നീരാവി, സ്റ്റീം പാസ് ചെയ്യുമ്പോഴേ എന്തുണ്ടാവും, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. കാർബൺ മോണോക്സൈഡ് മാത്രമല്ല അതിന്റെ കൂടെ ഡൈഹൈഡ്രജൻ ഉണ്ടാവും. അപ്പൊ COH2 എന്ന് പറയുന്ന ഒരു മിക്സർ ആണ് ഉണ്ടാവുക. ആ ഒരു മിക്സറിനെ വിളിക്കുന്നതാണ് വാട്ടർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡ് ഡൈഹൈഡ്രജന്റെ കൂടെ കൂടിയിട്ടാണ് ഉണ്ടാവുക. ആ പ്രോഡക്റ്റിനെ വിളിക്കുന്നതാണ് വാട്ടർ ഗ്യാസ്. എന്നാൽ
ഇതേ ഒരു റിയാക്ഷൻ തന്നെ ഇവിടെ സ്റ്റീമിന് പകരം എയർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, സ്റ്റീമിന് പകരം എയർ യൂസ് ചെയ്യുകയാണെങ്കിൽ കോക്കും എയർ എന്ന് പറയുമ്പോൾ ഓക്സിജനും നൈട്രജനും ഉണ്ടായിരിക്കും. അപ്പോൾ കോക്കും എയറും കൂടിയാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ കിട്ടുന്നത് കാർബൺ മോണോക്സൈഡും കൂടെ ഡൈനൈട്രജനും ഉണ്ടാവും. ആ ഒരു പ്രോഡക്റ്റിനെ വിളിക്കുന്നതാണ് പ്രൊഡ്യൂസർ ഗ്യാസ്. അപ്പോൾ കാർബൺ മോണോക്സൈഡും ഡൈനൈട്രജനും കൂടിയുള്ള പ്രോഡക്റ്റിനെ വിളിക്കുന്നത് പ്രൊഡ്യൂസർ ഗ്യാസും കാർബൺ മോണോക്സൈഡും ഡൈനൈട്രജനും കൂടിയുള്ള പ്രോഡക്റ്റിനെ വിളിക്കുന്നത് വാട്ടർ ഗ്യാസും. ഈ വാട്ടർ ഗ്യാസ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്യൂവൽസ് ആണ്. ഓക്കെ, ഇനി കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാല് അതൊരു കളർലെസ് ആയിട്ടുള്ള ഗ്യാസ് ആണ്. പിന്നെ വാട്ടറിൽ ഇൻസോലബിൾ ആണ്, ഹൈലി പോയ്സണസ് ആണ്. പോയ്സണസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡ് വളരെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂസ് ആണ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ മെറ്റലിന്റെ എക്സ്ട്രാക്ഷനിൽ നമ്മൾ അടുത്ത വർഷം പഠിക്കുന്നതാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, മെറ്റലിനെ നമ്മൾ ഖനനം ചെയ്തെടുക്കാറുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. കാരണം അത് വളരെ നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. കാർബൺ മോണോക്സൈഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ C∧O ആണ്. അതായത് ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും ഉണ്ടായിരിക്കും. പിന്നെ കൂടാതെ കാർബണിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഡോണർ ആയിട്ട് ആക്ട് ചെയ്യും. സോ മോസ്റ്റ് ഓഫ് മെറ്റൽസ് ആയിട്ടും കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്യും. മെറ്റൽ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് മെറ്റൽ കാർബണൈൽസ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. മെറ്റലായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെറ്റൽ കാർബണൈൽസ്. ഇപ്പൊ നിക്കൽ ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ നിക്കൽ കാർബണൈൽസ്, അയൺ ആയിട്ടാണെങ്കിൽ അയൺ കാർബണൈൽസ്. അങ്ങനെ മെറ്റൽ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് മെറ്റൽ കാർബണൈൽസ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ പറ്റും. അതിന് കാരണം കാർബണിൽ എന്തുണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് അതൊരു ഡോണർ ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഇത് ഹൈലി പോയ്സണസ് ആണെന്ന് പറഞ്ഞു. അതായത് ഈ കാർബൺ മോണോക്സൈഡ് ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. അതുകൊണ്ട് എന്താ ഉണ്ടാവുക വെച്ചാല് ഓക്സിജൻ ഹീമോഗ്ലോബിനേക്കാളും സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും ഈ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന കോംപ്ലക്സ്. അപ്പോൾ നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി, ഹീമോഗ്ലോബിനെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി എന്ത് ചെയ്യും, റിഡ്യൂസ് ചെയ്യും. അതിന് കാരണമായിട്ട് അതെന്ത് ചെയ്യും, ഡെത്തിന് വരെ കാരണമാകും. അപ്പൊ അതുകൊണ്ട് കാർബൺ മോണോക്സൈഡ് ഇൻഹെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഹൈലി പോയ്സണസ് ആണ്. എന്താ ഉണ്ടാവുക, അത് ബ്ലഡിലെ ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ബ്ലഡിന്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഇറ്റ് കോസസ് ഡെത്ത്. ഓക്കെ, 14 എലമെന്റ്സില് കാർബൺ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു എലമെന്റ് ആണ് സിലിക്കൺ. അപ്പൊ സിലിക്കണിന്റെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരുപാട് കോമ്പൗണ്ടുകൾ ഉണ്ട്. സിലിക്കേറ്റ്സ്, സിലിക്കോൺസ്, സിയോലൈറ്റ്സ്, അങ്ങനെയുള്ള കോമ്പൗണ്ട്സ്. അതിൽ നമ്മൾ സിലിക്കോൺസ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സിലിക്കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനോ സിലിക്കൺ പോളിമർ ആണ്. പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഒരുപാട് ലെങ്ത് ഉള്ളത്, അതായത് കുറേ യൂണിറ്റുകൾ, റിപ്പീറ്റ് യൂണിറ്റുകൾ ചേർന്നിട്ട് ഒരു വലിയ ഒരു ചെയിൻ ആയിട്ട് മാറാം. അങ്ങനെ ഒരുപാട് മോളിക്യൂൾസ് കൂടി ചേർന്നിട്ടുണ്ടാകുന്നതിനാണ് പോളിമർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓർഗാനോ സിലിക്കൺ പോളിമർ ആണ്. അതായത് ഓർഗാനിക് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, പിന്നെ സിലിക്കണും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ഓർഗാനോ സിലിക്കൺ പോളിമർ ആണ് സിലിക്കോൺസ് എന്ന് പറയുന്നത്. അതില് റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ R2SiO. അതായത് ഒരുപാട് R2SiO എന്ന് പറയുന്ന യൂണിറ്റുകൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു പോളിമറായി മാറാം. അപ്പൊ കുറേ ഇതുപോലത്തെ യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു ലാർജ് മോളിക്യൂളായി മാറാണ്. അതാണ് പോളിമർ. ഇതിൽ R എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഗ്രൂപ്പ് ആണ്. അപ്പൊ R2 2 ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, പിന്നെ സിലിക്കൺ, പിന്നെ ഓക്സിജൻ. എങ്ങനെയാണ് ഈ ഓർഗാനോ സിലിക്കൺ പോളിമർ അതായത് സിലിക്കോൺസ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം മീഥൈൽ ക്ലോറൈഡ്. മീഥൈൽ ക്ലോറൈഡ് സിലിക്കൺ ആയിട്ട് എന്ത് ചെയ്യാം, ഹീറ്റ് ചെയ്യാം കോപ്പർ പൗഡർ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ട്. കോപ്പർ പൗഡർ കാറ്റലിസ്റ്റിന്റെ പ്രസൻസില് മീഥൈൽ ക്ലോറൈഡും സിലിക്കണും കൂടി ഹീറ്റ് ചെയ്യുമ്പോൾ CH3 twice SiCl2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. ദാറ്റ് ഈസ് ഡൈമീഥൈൽ ക്ലോറോസിലേൻ. ഡൈമീഥൈൽ ക്ലോറോസിലേൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. അതിനെന്ത് ചെയ്യുക, ഹൈഡ്രോളിസിസ് നടത്താം. അതായത് വാട്ടർ ആഡ് ചെയ്യുക. ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഈ ഒരു കോമ്പൗണ്ടാണ് ഉണ്ടാവുക. അതായത് ഡൈമീഥൈൽ ഹൈഡ്രോക്സി സിലേൻ ഉണ്ടാവുക. OH Cl2 മാറിയിട്ട് OH twice എന്ന് വരും. ഈ ഒരു കോമ്പൗണ്ട് എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കോമ്പൗണ്ടുകൾ പരസ്പരം എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ടാണ് സിലിക്കോൺസ് എന്ന് പറയുന്ന പോളിമർ ഉണ്ടാകുന്നത്. അപ്പൊ നോക്കാം, 3 മോളിക്യൂൾ കാണിക്കുന്നുണ്ട്. ഇതുപോലുള്ള 3 കാണിക്കുന്നുണ്ട്. Si, CH3 twice,
പിന്നെ OH ട്വൈസ്, അതുപോലെ ഒരെണ്ണം കൂടി കമ്പൈൻ ചെയ്യും. അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ നിന്നും ഈ ഒരു OHഉം ഒരു Hഉം കൂടി H2O പോകും. ഇതേ മോളിക്യൂൾ തൊട്ടടുത്ത് വീണ്ടും, അപ്പൊ അവിടെ നിന്ന് ഒരു Hഉം ഇപ്പുറത്തെ മോളിക്യൂളിൽ നിന്ന് ഒരു OHഉം കൂടി H2O പോകും. അപ്പൊ അവിടെ അവ തമ്മിലൊരു ബോണ്ട് വരും. അതാണ് ഇവിടെ കാണിക്കുന്ന ബോണ്ട് OSI. ഇവിടെ O ഉണ്ടാവുള്ളൂ, ആ Oയും ഇവിടെ SI തമ്മിലൊരു ബോണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള റിപ്പീറ്റിംഗ് യൂണിറ്റുകൾ R2SiO എന്നുള്ള ഒരുപാട് റിപ്പീറ്റിംഗ് യൂണിറ്റുകൾ വരും. അങ്ങനെ ഒരു പോളിമർ ആയിട്ട് മാറും. ഈ ഒരു സിലിക്കോൺസ് എന്ന് പറയുമ്പോൾ അവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് CH3 എന്ന് പറയുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അത് നോൺ പോളാർ ഗ്രൂപ്പ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് വാട്ടർ റിപ്പലിംഗ് നേച്ചർ ഉണ്ടായിരിക്കും. ഈ വാട്ടർ റിപ്പലിംഗ് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഇത് വാട്ടർ പ്രൂഫിംഗ് ഫാബ്രിക്സിൽ ഉപയോഗിക്കുന്നു, അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ കോസ്മെറ്റിക് പ്ലാന്റ്സിലെ സർജിക്കൽ പർപ്പസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിലിക്കോൺസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഗ്രൂപ്പ് 13 എലമെന്റ്സ് ആൻഡ് ഗ്രൂപ്പ് 14 എലമെന്റ്സിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളുടെ പ്രിപ്പറേഷനും അതിന്റെ പ്രോപ്പർട്ടീസും ആണ്. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ചാപ്റ്റർ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. താങ്ക് യു.